പീഡകളേറ്റു തളർന്നു നാഥൻ, മാനവരക്ഷയ്ക്കായി ക്രൂശിലേറി. ഓർക്കുക മക്കളെ, പാപത്തിൻ കാർമേഘം തുടച്ചു നീക്കാൻ ഉണരു നീ, സമയമായി ഒരുങ്ങുവാൻ, സമയമായി ഒരുങ്ങുവാൻ, സമയമായി. സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ പീഡാനുഭവത്തെയും മരണത്തെയും അനുസ്മരിപ്പിക്കുന്ന ഏറ്റവും പുണ്യപ്പെട്ട ദിനങ്ങളാണ് വിശുദ്ധ വാരം. അതായത് ഓശാന മുതൽ ഈസ്റ്റർ വരെ നീളുന്ന ഈ വിശുദ്ധ വാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം എന്ന് പറഞ്ഞു വെക്കാവുന്നത് പെസഹ വ്യാഴവും ദുഃഖവെള്ളിയുമായിരിക്കാം. അതുകൊണ്ട് ഈ പെസഹ വ്യാഴത്തെയും ദുഃഖവെള്ളിയെയും കൂടെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ ഞാൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം എന്ന് പറഞ്ഞു വെക്കുന്നത് ഈശോയുടെ മരണം എന്ന് സൂചിപ്പിക്കും. അതായത് ഈ വലിയ നോയമ്പിനെ മുഴുവൻ അർത്ഥപൂർണമാക്കുന്നത് ഈശോയുടെ പീഡാനുഭവവും മരണവുമാണ്. ഹല്ലേലൂയ. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ മർമ്മരങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ചിന്തയും കൂടെ നിങ്ങൾക്ക് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ അത് ആശയപരമായ കുറേ ചിന്തകളല്ല, കുറേ അധരങ്ങളുടെ ഏറ്റുപറച്ചിലുകളല്ല, ഹൃദയത്തിൻ്റെ ബോധ്യമാണ് എന്നാണ് ഞാൻ ഈ ദിവസങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചത്. എൻ്റെ ജീവിതത്തിൻ്റെ ആഴത്തിൽ നിൽക്കേണ്ട ഹൃദയത്തിൻ്റെ ബോധ്യങ്ങൾ, അതിൽ 4 ബോധ്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി ഈ ദിവസങ്ങളെ പങ്കുവെച്ചു. ഈ വലിയ നോമ്പിൻ്റെ ഒരുക്കതയാണിതിൽ. 1, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. 2, എൻ്റെ ദൈവം അറിയാതെയോ അനുവദിക്കാതെയോ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. 3, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം എനിക്ക് പ്രതിഫലം തരും. 4, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ന്യായം നടത്തിത്തരും, എനിക്ക് വിജയം നൽകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ 5-ാമത്തെ ഒരു ബോധ്യം കൂടെ നിങ്ങൾക്ക് ഞാൻ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തും. എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ ദൈവം എന്നെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതയാത്ര എന്ന് പറയുന്നത് എന്താണ്? അത് ജനിക്കുന്ന നിമിഷം മുതൽ മരണം വരെ നീളുന്നൊരു യാത്രയാണ്. ഈ യാത്രയിൽ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറി മാറി കടന്നു വരുന്ന ഒരു തീർത്ഥയാത്രയാണ്. ഞാൻ ഓർക്കും കുഞ്ഞുനാളിൽ കേട്ടിരിക്കുന്ന സിനിമാ പാട്ടിൻ്റെ 2 വരികൾ: സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. സുഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക്, ദുഃഖത്തിൽ നിന്ന് സുഖത്തിലേക്ക്. ഇതിങ്ങനെ മാറി മാറി പോകുന്ന നിമിഷങ്ങളിലും ഞാൻ മുന്നോട്ട് പോവുകയാണ്. പുഴ ഒഴുകുന്നത് കണ്ടിട്ടില്ലേ? പുഴ ഒരിക്കലും നേർവരയിൽ ഒഴുകാറില്ല. സാമൂഹ്യ പാഠത്തിൻ്റെ പുസ്തകത്തിൽ വേണമെങ്കിൽ നേർവരയ്ക്ക് വേണമെങ്കിൽ വരച്ചു വെക്കാം. പക്ഷേ ജീവിതത്തിലെ പുഴകളെല്ലാം വളഞ്ഞും തിരിഞ്ഞും മാത്രമേ ഒഴുകാറുള്ളൂ. ഇങ്ങനെ ഒടിവുകളും ചതവുകളും ചുഴികളും കുഴികളും അപകടങ്ങളും ഒക്കെ പുഴ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഈ പോകുന്ന വഴിയിൽ ജീവിതത്തിൽ തകർച്ചകളും നമ്പരങ്ങളും ഉണ്ടാകുമ്പോഴും ഞാൻ മുന്നോട്ട് പോകണം. ഇതിൽ ആരെന്നെ ശക്തിപ്പെടുത്തും? എൻ്റെ കർത്താവിനെ ശക്തിപ്പെടുത്തും. പ്രിയപ്പെട്ടവരെ, ശക്തിപ്പെടുത്തുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന പല ആളുകളും നമ്മുടെ കൂടെ ഉണ്ടാകണം നിർബന്ധമില്ല. നമ്മുടെ ജീവിതാനുഭവങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? എപ്പോഴും കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുന്ന വ്യക്തികളൊക്കെ കൂടെയുണ്ടോ? മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുക്കൾ, ജീവിത പങ്കാളി, മക്കൾ, ഇതൊക്കെ വിട്ടുപേക്ഷിച്ച് പോകുന്ന എത്രയോ കഥകൾ നമ്മൾ കേൾക്കുന്നു.
എത്രയോ ആളുകളെ നമ്മൾ കാണുന്നു. മാതാപിതാക്കൾ ഉപേക്ഷിച്ച കഥയുമായി നിൽക്കുന്ന അനാഥ കുഞ്ഞുങ്ങളില്ലേ? മക്കൾ ഉപേക്ഷിച്ചതിൻ്റെ കഥയുമായി നിൽക്കുന്ന അമ്മമാരില്ലേ? ഭാര്യ ഇട്ടേച്ചു പോയതിൻ്റെ നൊമ്പരമായി നിൽക്കുന്ന ഭർത്താവില്ലേ? ഭർത്താവ് തിരിഞ്ഞു നോക്കുന്നില്ലെന്ന് പറയുന്ന ഭാര്യയിൽ ഇങ്ങനെ എത്ര എത്ര കഥകൾ. ഈ നിമിഷങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ, ആത്മീയ മനുഷ്യൻ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് പറയേണ്ട ബോധ്യം എന്താ? എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ കർത്താവ് എന്നെ ശക്തിപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവുണ്ട്. ജോഷുവ, പഴയ നിയമത്തിലെ ജോഷുവയുടെ കഥ ഓർത്ത് നോക്കുകയും, ഇസ്രായേൽ ജനത്തെ നയിച്ചു കൊണ്ടുവന്ന മോശ നെഗവ് മലയിൽ വെച്ച് അവസാനിച്ചു. ഈ ജനം കാനാൻ ദേശത്തേക്ക് എത്തുക. ജോഷുവാണ് നേതാവ്. ജോഷുവായെ തിരഞ്ഞെടുത്തു. ജോഷുവ പേടിച്ച് കുറച്ച് നിൽക്കുമ്പോൾ കർത്താവ് പറഞ്ഞ വചനം എന്താ? ജോഷുവയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ, ശക്തനും ധീരനുമായിരിക്കുക. മോശയോട് എന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ ജനത്തെ കാനാൻ ദേശത്ത് കൊണ്ടുവന്ന് സ്ഥലമൊക്കെ വീതം വെച്ച് കൊടുക്കേണ്ട ഭാരിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ ജോഷുവ നിന്ന് ആലില പോലെ വരച്ചു. അപ്പോൾ കർത്താവ് പറഞ്ഞു വെച്ചാൽ, മോശയോട് എന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ ഒറ്റയ്ക്കല്ല, ശക്തനും ധീരനുമായിരിക്കുക. നീ മുന്നോട്ട് പോവുക തന്നെ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങളെല്ലാവരും ഞാനും പറഞ്ഞു വെക്കുന്നതാണ്, നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ വിചാരിക്കരുത് ഒറ്റയ്ക്കായി പോയെന്നും താഴ്ന്നു പോയെന്ന്. ഇല്ല, കർത്താവ് ശക്തിപ്പെടുത്തും. കർത്താവ് എൻ്റെ കൂടെയുണ്ട്. എൻ്റെ നൊമ്പരങ്ങളുടെ, എൻ്റെ കണ്ണീരിൻ്റെ യാത്രയിൽ ദൈവം കൂടെയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ വലിയ ആഴ്ചയിൽ നമ്മൾ ധാരാളം പ്രാവശ്യം ചെല്ലുന്ന പ്രാർത്ഥന കുരിശിൻ്റെ വഴി. കുരിശിൻ്റെ വഴിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. എന്താണ് കുരിശിൻ്റെ വഴി? പീലാത്തോസിൻ്റെ അരമനപ്പടി മുതൽ തുടങ്ങുന്ന കർത്താവിൻ്റെ ഒരു യാത്ര, 14 സ്ഥലങ്ങളിലൂടെ കയറി ഇറങ്ങുന്ന ഒരു യാത്ര, അവസാനം കല്ലറ അടക്കം ചെയ്യപ്പെടുന്നൊരു യാത്ര. ഈ കുരിശിൻ്റെ വഴിയെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഈ കുരിശിൻ്റെ വഴി ഒരിക്കൽ തീർന്ന കുരിശിൻ്റെ വഴിയാണോ? ഇത് ചരിത്രത്തിൻ്റെ ഒരു സംഭവം മാത്രമാണോ? അല്ല. ഈ കുരിശിൻ്റെ വഴി എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക. നിറം മാറി, രൂപങ്ങൾ മാറി, മേക്കപ്പ് മാറി, ഈ കുരിശിൻ്റെ വഴി വീണ്ടും ആവർത്തിക്കുക. അതായത് ദൈവത്തെ തേടുന്ന ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലും ഈ കുരിശിൻ്റെ വഴിയുണ്ട്. അതുകൊണ്ട് കുരിശിൻ്റെ വഴി ചൊല്ലിപ്പോകുമ്പോഴൊക്കെ ഞാൻ മനസ്സിൽ ഇങ്ങനെ മന്ത്രിക്കും, ഞാനും നടക്കുന്ന കുരിശിൻ്റെ വഴിയിൽ, ഞാനും നടക്കുന്ന കുരിശിൻ്റെ വഴിയിൽ. യേശു നടന്ന കുരിശിൻ്റെ വഴി എൻ്റെ കുരിശിൻ്റെ വഴി തന്നെയാണ്, എൻ്റെ ജീവിതയാത്ര തന്നെയാണ്. ഒന്നാം സ്ഥലം എന്താ? പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ കുറ്റമില്ലാത്ത കുറ്റക്കാരനെ വിധിക്കപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും അനേക ആളുകൾ ഇങ്ങനെ കുറ്റം ചെയ്യാത്തൊരു കുറ്റക്കാരെ വിധിക്കപ്പെടുന്നില്ലേ? കൊല്ലാൻ വേണ്ടി വിധിക്കപ്പെടുന്നില്ലേ? ഒരു തെറ്റും ചെയ്യാത്ത എത്രയോ പേര് നമ്മുടെ ജയിലുകളിൽ കിടപ്പുണ്ടാകാം. എത്രയോ പേര് വാക്കുകൊണ്ടൊക്കെ നമ്മൾ കൊന്നിട്ടുണ്ട്. തെറ്റ് ചെയ്യാത്തന് കുറേ കഴിയുമ്പോഴായിരിക്കും അറിയുന്നത്, അങ്ങനെ ആയിപ്പോയി, സോറി പറയാൻ തീരുവോ? അതുപോലെ ഭാരം വഹിക്കുന്ന, കുരിശ് വഹിക്കുന്ന യേശു, എത്രയോ കുടുംബങ്ങളിൽ അപ്പന്മാർ ഭാരം വഹിക്കുന്ന യേശുമാരാ. ഈയിടെ അപ്പം വന്നിരുന്ന് എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ അറിഞ്ഞു, കണ്ണീരിങ്ങനെ താഴെ കൊഴി ഇറങ്ങുക. എന്നാ ചെയ്യാൻ പറ്റും? മകൻ ചെയ്ത ഒരു തെറ്റിനെ പുറത്ത് അപ്പൻ കരഞ്ഞു വയ്ക്കുക. ഈ അപ്പൻ ഈ മകൻ്റെ ഭാരം ചുമക്കുകയല്ലേ? കുരുത്തക്കേട് കാണിച്ച മകൻ, എല്ലാ പോക്കുത്തരം ചെയ്ത മകൻ, ഈ മകന് വേണ്ടി പോയി കാല് പിടിച്ച് നാണം കെട്ട് വിഷമിച്ച് നിൽക്കുന്ന അപ്പൻ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഭാരങ്ങൾ വഹിക്കുന്ന എത്രയോ പേരും. തീർന്നില്ല, മറിയത്തെ പോലെ കുരിശ് യാത്രയിൽ പോകുന്നവരില്ലേ? വേറോനിക്കയെ പോലെ മുഖം തുടയ്ക്കുന്നവരില്ലേ? ശിമിയോനെ പോലെ കുരിശിൻ്റെ ഭാരത്തിൽ പങ്കുവെറ്റുന്നവരില്ലേ? നഗരമധ്യത്തിൽ നിന്ന് വിലപിക്കുന്ന സ്ത്രീകളില്ലേ? അതേ കഥകളൊക്കെ വീണ്ടും പുതിയ മേക്കപ്പിൽ വന്നുകൊണ്ടിരിക്കുക. ഈ കാലഘട്ടത്തിൽ കുരിശിൻ്റെ വഴി തീരുന്നില്ല. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവർ, എൻ്റെ മനസ്സോർക്കും, കഴിഞ്ഞ വർഷം ഞാൻ എഴുതിയൊരു ഭക്തിഗാനത്തിൻ്റെ പാട്ട് എൻ്റെ ഏറ്റവും തീവ്രമായ വികാരങ്ങളിലൂടെ ഞാൻ കുറിച്ച് വെച്ച വരികളിലൊന്ന്. അതിലിങ്ങനെ ഞാൻ കുറിച്ച് വെച്ചത് എൻ്റെ ഓർമ്മയിലുണ്ട്. ശിരസിൽ മുൾമുടി ഇല്ലെങ്കിലും നാഥ, ഞാനും നടക്കുന്ന കുരിശിൻ്റെ വഴിയിൽ. തോളിൽ മരക്കുരിശില്ലെങ്കിലും നാഥ, ഞാനും കയറുന്നു കാൽവരി മലകൾ. അന്ത്യത്താഴവും പെസഹായും ഏകനായി കേഴുന്ന ഗത്സമനും ഒറ്റിക്കൊടുക്കുന്ന രാത്രികളും ഇന്നും തുടരുന്നു ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈ അന്ത്യത്താഴം ഒരിക്കൽ തീർന്നതല്ല. കൂടെ ഭക്ഷണം കഴിക്കുന്ന, ഒറ്റിക്കൊടുക്കാൻ ഇറങ്ങിപ്പോകുന്ന അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ട്. ഏറ്റവും വിശ്വസിച്ച് കൂടെ നിർത്തിയവൻ ചതിച്ചു പോയി പരാതി പറഞ്ഞതിൻ്റെ അനുഭവങ്ങൾ എനിക്കറിയാം.
അന്ത്യത്താഴവും പെസഹായും ഏകനായി കഴിയുന്ന ഗത്സമനിയും. ചിലപ്പോഴൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്, ഒറ്റയ്ക്ക് ഇത് വിഷമിച്ചിട്ടുണ്ട്. ആ നിമിഷം എൻ്റെ ഓർമ്മയിലുണ്ട്. കുരിശിൻ്റെ വഴിയുടെ ഓരോ സംഭവങ്ങളും ഇത് ഒരിക്കൽ തീരുകയല്ല. ഇത് സഹനം എല്ലാവർക്കും ഉണ്ട്, നൊമ്പരങ്ങൾ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെ ജീവിതത്തിലുണ്ട്. ഇത് ഞാൻ അംഗീകരിക്കണം, ഇത് അംഗീകരിക്കണം. യേശുവിൻ്റെ കുരിശിൻ്റെ വഴി കൂടെ ഞാനും നടക്കുന്നു. ഞാൻ നടക്കുമ്പോൾ ആരാണ് എനിക്ക് ശക്തി നൽകുന്നത്? ഈശോ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഗാനത്തിൻ്റെ അവസാന വരികൾ ഏറ്റവും പ്രിയപ്പെട്ടതായി കൊണ്ട് നടക്കുക. തളരില്ല ഞാൻ, വീഴില്ല വഴിയിൽ, വീണ്ടും നടക്കും ഞാൻ കുരിശിൻ്റെ വഴിയിൽ. തളരില്ല ഞാൻ, വീഴില്ല വഴിയിൽ, വീണ്ടും നടക്കും ഞാൻ കുരിശിൻ്റെ വഴിയിൽ. അതായത് ഈ കുരിശിൻ്റെ വഴി മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. ഒരു നൊമ്പരമുണ്ടായി, ഒരു സങ്കടമുണ്ടായി, ഒരു തിരിച്ചടി ഉണ്ടായി, ഒരു തിക്താനുഭവം ഉണ്ടായി എന്ന് വെച്ച് ഇനി ഒന്നിനുമില്ല എന്ന് വെച്ച് മാളത്തിൽ കയറി ഒളിക്കാൻ ഞാനില്ല. ആത്മീയ മനുഷ്യൻ എന്നും ചിന്തിക്കണം, ഞാൻ ഈ കുരിശിൻ്റെ വഴി മുന്നോട്ട് പോവുക തന്നെ ചെയ്യണം. ഒന്നാം സ്ഥലം തൊട്ട് എത്ര വീണാലും എത്ര അടി കൊണ്ടാലും കാൽവരി മല എത്തുവോളം വലിഞ്ഞ് നീങ്ങിപ്പോ യേശു എനിക്ക് ധൈര്യം നൽകണം. ചിലപ്പോൾ കാലിലെ മുട്ടുപൊട്ടും, ചിലപ്പോൾ അടികൊള്ളും, ചിലപ്പോൾ കുന്തം കൊണ്ട് കുത്തപ്പെടും. ഈ നേരത്തെ ഓർക്കണം, എനിക്കെത്തേണ്ട ഒരു സ്ഥലമുണ്ട്, എനിക്കെത്ര സ്ഥലമുണ്ട്. അതായത് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളുടെ മുമ്പിലും നമ്മൾ മുന്നോട്ട് നടക്കുക തന്നെ വേണം. നമ്മൾ മുന്നോട്ട് നടക്കുക തന്നെ വേണം. ഈ യാത്ര സഹനത്തിൻ്റെ യാത്രയാണ്. ജീവിതത്തിൽ എല്ലാവർക്കും അവരുടേതായ ദുഃഖങ്ങൾ കാണും, എല്ലാവർക്കും അവരുടേതായ നൊമ്പരങ്ങൾ കാണും, സങ്കടങ്ങൾ കാണും. ആരും വിചാരിച്ചേക്കരുത് എനിക്ക് മാത്രമേ സങ്കടമുള്ളൂ. അല്ല, എല്ലാവർക്കും അവിടെ സങ്കടമുണ്ട്. ഞാൻ വിചാരിക്കും, ഓരോ പ്രാവശ്യവും മദർ ഹോമിൽ ധ്യാനത്തിൽ വരുന്ന ആളുകൾ 400-500 പേര് വരുമ്പോൾ എല്ലാ ആൾക്കാർക്കും പറയാൻ ഒരു കഥയുണ്ട്. ചിലരെ കാണുമ്പോൾ ഒരെല്ലാ സുഖമാണെന്നൊക്കെ തോന്നും. അടുത്ത് സംസാരിക്കുമ്പോൾ എന്തോ ഒരു ദുഃഖത്തിൻ്റെ മാറാപ്പ് അവർ അടിച്ചു കാണിക്കുക. ദുഃഖങ്ങളില്ലാത്തവരെ കണ്ടിട്ടില്ല, വേദനകളില്ലാത്തവരെ കണ്ടിട്ടില്ല. പക്ഷെ ചിലരുടെ പ്രത്യേകം എന്താ, അവരാ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ഒക്കെ അതെല്ലാം സ്വീകരിക്കും. അത് എൻ്റെ ദൈവം തന്നതാണെന്ന് സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, ഗെത്സമേൻ തോട്ടത്തിൽ പരിപരുത്ത പാറയിൽ യേശു മുട്ടുകുത്തി നിൽക്കും. 8 പേരെ പുറത്ത് മരത്തിൻ്റെ ചോട്ടിൽ ഇരുത്തി, 3 പേരെ ഇവിടെ ഇരുത്തിയിട്ട് യേശു തനിച്ചു പോയി മുട്ടുകുത്തുന്ന സ്ഥലമാണ് ഗെത്സമേൻ തോട്ടം. ഒറ്റയ്ക്കാണ്, ആരുമില്ല, ആരും ഉണ്ടാകാൻ പാടില്ല. ആത്മീയ മനുഷ്യൻ്റെ കരുത്ത് ഈ ഒറ്റയ്ക്ക് മുട്ടുകുത്തില്ല. ജീവിതത്തിൻ്റെ പരിപരുത്ത പാറകളിൽ മോനെ മോളെ നീ ഒറ്റയ്ക്ക് മുട്ടുകുത്തണം. ആരും കൂടെ ഉണ്ടാകാൻ നീ ചാട്ടിയും പിടിച്ചേക്കരുത്. ആരും ഇല്ലായിരിക്കും നല്ലത്. എങ്കിലേ നിനക്ക് മുഖമുയർത്തി നേരെ നോക്കാൻ പറ്റുള്ളൂ. അങ്ങ് ദൂരെ ഒരു മാലാഹ ഇറങ്ങി വരുന്നുണ്ട് നിനക്ക് പാനപാത്രമായി. ആ മാലാഹയുടെ പാനപാത്രം മേടിച്ചു കുടിച്ച് നീ ശക്തി ആർജിക്കണം നടക്കാൻ. അന്ന് ഗെത്സമനിൽ ആ പാനപാത്രം കുടിച്ചപ്പോൾ കർത്താവിന് കിട്ടിയ ശക്തി എന്താ? നാളത്തെ ദുഃഖവെള്ളിയാഴ്ച നടക്കാനുള്ള ശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ദുഃഖവെള്ളികൾ നടക്കാനുള്ള ശക്തി എപ്പോഴാണ് കിട്ടുന്നത്? മാലാഹയുടെ പാനപാത്രങ്ങൾ സ്വീകരിക്കുമ്പോഴാണ്. എന്താണ് ആ പാനപാത്രം? ദൈവത്തിൻ്റെ ഹിതം. ഇത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് തിരിച്ചറിഞ്ഞു. ദൈവത്തിൻ്റെ ഹിതത്തിനുള്ള സമർപ്പണമാണ് സഹനം. ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്കുള്ള വിട്ടുകൊടുക്കലാണ് എൻ്റെ ജീവിതം. അതാണ് പുണ്യം, നമ്മുടെ ഇഷ്ടങ്ങളല്ല. ഇന്ന് പല ആളുകളും പ്രാർത്ഥിക്കുന്നതൊക്കെ സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പിലാകാൻ വേണ്ടിയാണ്. മറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ തീരുമാനങ്ങളെ വിട്ടുകൊടുക്കണം. അവിടെയാണ് ആത്മീയത വളരുന്നത്. ഒരു 75-80 വയസ്സുള്ള അപ്പച്ചന് രോഗമായിരിക്കുക. സാധാരണ മകൻ അപ്പച്ചന് ചികിത്സിക്കാവുന്നൊക്കെ ചികിത്സിച്ചു. ചെറിയ ആശുപത്രി കൊണ്ട്, വലിയ ആശുപത്രി കൊണ്ട്, അതിനേക്കാൾ വലിയ ആശുപത്രി കൊണ്ട് അവസാനം പറഞ്ഞു വെച്ചു, ഇനി അപ്പച്ചനെ രക്ഷിക്കാൻ ഒരു വലിയ ഓപ്പറേഷൻ കൂടെ വേണം, ഒരു 2-3 ലക്ഷം രൂപ വേണം. ഈ മകനൊക്കെ വിഷമിച്ചു. എന്ത് ചെയ്യും? 2-3 ലക്ഷം രൂപ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റിയ സാമ്പത്തിക ശേഷി ഇവർക്കില്ല. കടം കയറി മുടിഞ്ഞു നിൽക്കുക. ഇനി ചെയ്തില്ലെങ്കിലോ? എല്ലാവരും പറയും അപ്പനെ സ്നേഹിക്കാത്തവൻ. ഇവനിങ്ങനെ ചിന്തിച്ചു, ഇനി പറമ്പങ്ങാനും കൊണ്ടുപോയി വല്ല ബ്ലേഡുകാരനും കൊടുത്തായാലും കാശ് മേടിച്ചങ്ങ് ഓപ്പറേഷൻ ചെയ്തേക്കാം. ജീവിതത്തിൽ എല്ലാം അങ്ങ് ചെയ്തു കൊടുത്തേക്കാം. 75 വയസ്സോളമായി. ഈ അപ്പൻ ഈ മോനെ അടുത്ത് വിളിച്ച് പറഞ്ഞു, മോനെ നിനക്ക് കടമാണെന്ന് എനിക്കറിയാം, നിനക്ക് പൈസ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷേ നീ ഇപ്പോൾ വേണമെങ്കിൽ സ്ഥലം പണയം വെച്ച് പോലും എന്നെ ഓപ്പറേഷൻ കൊണ്ടുപോകും.
കൊണ്ടുപോയില്ലെങ്കിൽ ആൾക്കാർ എന്നാ വിചാരിക്കുമെന്ന് വിചാരിച്ചെങ്കിലും നീ കൊണ്ടുപോകും. എന്തോരം ചെയ്താലും മോനെ എനിക്ക് എത്ര നാളിനി ആയുസ് നീണ്ടു കിട്ടും? മോനെ നീ വിഷമിക്കേണ്ട. അപ്പനാ പറയുന്നത് ഓരോ ഓപ്പറേഷൻ ചെയ്യേണ്ട, ഓരോ ഓപ്പറേഷൻ വേണ്ട, ഇതങ്ങ് ശാന്തമായി പൊയ്ക്കോട്ടെ മോനെ എന്ന് പറഞ്ഞു. അതാണ് സമർപ്പണം. ഞാൻ ഈ വേദനകളൊക്കെ ഏറ്റെടുത്ത് സകല മനുഷ്യരെയും കരയിപ്പിച്ച് കടവൊക്കെ മുടിച്ച് തേച്ചിട്ട് ചിലപ്പോൾ ഒരു 3 മാസം കൂടെ ആയുസ് കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും നൊമ്പരപ്പെടുത്തണോ? അങ്ങനെയാണ് അപ്പൻ ചിന്തിക്കണം. മറിച്ച് ഞാൻ ഇങ്ങനെ തീർന്നു പൊക്കോളും മോനെ, അതിനോർത്ത് വിഷമിക്കേണ്ട, ഞാനിത് നൊമ്പരം ഏറ്റെടുക്കുന്നു. പ്രിയപ്പെട്ട, നമ്മുടെയൊക്കെ ജീവിതം സമ്മാനിക്കുന്ന ചില ദുരന്ത അനുഭവങ്ങളില്ലേ, അത് അതേപോലെ അങ്ങ് സ്വീകരിക്കണം. അതാണ് വിശുദ്ധി എന്ന് പറഞ്ഞു വെക്കുന്നത്. അല്ലാതെ ഇത് മാറാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല. മാറാവുന്നത് മാറിക്കോട്ടെ, പക്ഷെ മാറിയില്ലെങ്കിലും ഞാൻ സ്വീകരിക്കണ്ടേ? ഞാൻ ഓർക്കും, കഴിഞ്ഞ ആഴ്ചയിൽ ധ്യാനകേന്ദ്രത്തിൽ വന്ന ഒരമ്മ ധ്യാനം കൂടാൻ വന്നപ്പോൾ ഒരു 20 വയസ്സ് പ്രായമുള്ളൊരു മോനെയും കൊണ്ടാണ് വന്നത്. അമ്മയോട് പറഞ്ഞു, അച്ഛാ ഇവനെ എൻ്റെ കൂടെ കിടത്തണോ അച്ഛാ? ഞാൻ നോക്കി 20 വയസ്സുള്ള ചെറുക്കനെ എങ്ങനെ സ്ത്രീകളുടെ ബ്ലോക്കിൽ കയറ്റി കിടത്തും? അമ്മ പറഞ്ഞു, അച്ഛാ ഇവന് ബുദ്ധിയില്ല അച്ഛാ, കഴിവുറോ അച്ഛാ. ഞാനാ അച്ഛാ ഇവനെ ഇപ്പോഴും കുളിപ്പിക്കുന്നത്, പല്ല് തേപ്പിക്കുന്നത്, കഴിയിക്കുന്നത്. ഈ തടിയൻ ചെറുക്കൻ ഒരുപാട് ഭക്ഷണം തിന്ന് പോത്തുപോലെ വണ്ണം വെക്കുന്ന ചെറുക്കൻ. ഈ സ്ത്രീ മെല്ലിറ്റ സ്ത്രീ, ഇവൻ പിടിച്ചൊരു ഞെക്ക് കൊടുത്താൽ ഈ സ്ത്രീ ചത്തുപോകും. എന്നിട്ട് ഈ അമ്മ ഇവനെയും കൊണ്ട് നടക്കുക. ഞാനത് അനുവദിച്ചു. അമ്മ ഈ മോനെ കുളിപ്പിച്ചും ഷർട്ട് ഇടിപ്പിച്ചും ഒക്കെ കൊണ്ടെടുക്കുക. പറഞ്ഞാൽ ഒരു ധ്യാനവും മനസ്സിലാകില്ല. എന്നിട്ട് അമ്മ പറഞ്ഞു, അച്ഛാ പ്രാർത്ഥന കൊണ്ടെങ്കിലും എന്തെങ്കിലും മാറ്റം ഉണ്ടാകട്ടെ അച്ഛാ. ഞാൻ ചോദിച്ചു, ഇങ്ങനെയുള്ള മക്കളെയൊക്കെ നോക്കുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ എങ്ങാനും കൊണ്ട് ആക്കണ്ടേ? ആ സ്ത്രീ പറഞ്ഞു, അച്ഛാ എനിക്ക് നോക്കാൻ പറ്റിയല്ലേ, പിന്നെ ആരാ അച്ഛാ അവനെ നോക്കുന്നത്? ഇത് ദൈവം എനിക്ക് തന്നതല്ല അച്ഛാ, ഞാൻ ഇവനെയും കൊണ്ട് നടന്നോളൂ അച്ഛാ. എൻ്റെ കാലം തീരുന്നേടം വരെ ഞാൻ ഇവനെ എവിടെയും കൊണ്ടാക്കില്ല അച്ഛാ, ദൈവം തന്നതാ. പ്രിയപ്പെട്ടവരെ, ദൈവം തന്ന സഹനം ഒരു നിധി പോലെ കൊണ്ടുനടക്കുന്ന അമ്മ എൻ്റെ മുമ്പിൽ എൗപ്രാസ്യ അമ്മയെ പോലെ ഉയർന്നു നിൽക്കുന്നത് ഞാൻ അനുഭവപ്പെട്ടു. ജീവിതത്തിലെ സഹനങ്ങളൊക്കെ സ്വീകരിച്ചപ്പോഴാണ് എൗപ്രാസ്യമ്മ വിശുദ്ധിയായി മാറിയത്. ഇതൊരു പുതിയ എൗപ്രാസ്യം പോലെ നിൽക്കുന്നുണ്ട്. എനിക്ക് പോലും പേരിപ്പോൾ ഓർമ്മയില്ലാത്ത സാധാരണ സ്ത്രീ, മാനസിക രോഗിയായ ഭാര്യ. ഈ ഭാര്യയും കൊണ്ട് 40 വർഷമായി മരുന്ന് മേടിച്ചു കൊടുത്ത് നടക്കുന്ന ഭർത്താവിനെ എനിക്കറിയാം. അച്ഛാ അവർക്ക് സുഖമില്ല അച്ഛാ, ധ്യാനം മുഴുവൻ കൂടാൻ പറ്റില്ല അച്ഛാ, അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചൊരു കൗൺസിലിംഗ് കൊടുക്കാവോ അച്ഛാ? അത് മതി അച്ഛാ. ഞാൻ ചോദിച്ചു, എത്ര കാലം? കല്യാണം കഴിഞ്ഞ് 3-4 മാസം ആയപ്പോഴത്തോടെ അനുഭവിച്ച അച്ഛാ. ഞാൻ ഇവിടെ കൂടിയല്ല അച്ഛാ, എല്ലാവരും പറഞ്ഞ് ഉപേക്ഷിച്ച് പോകാൻ, ഇവള് പോലും പറഞ്ഞ് വേറെ കെട്ടിക്കളാൻ. ഞാൻ പറഞ്ഞില്ല, നീ ദൈവം എനിക്ക് തന്ന നിധിയാണ്. കല്യാണം കഴിച്ചു വന്ന ആദ്യ രാത്രി തന്നെ കുടിച്ച് വന്ന് കെട്ടിയവൻ തല്ലിച്ചതച്ച് പീഡിപ്പിച്ച് എൻ്റെ നൊമ്പരമായി നിൽക്കുന്ന ഭാര്യ. സ്വന്തം വീട്ടിൽ കുടിക്കുന്ന ആരുമില്ല, മദ്യത്തിന് മണമടിച്ച് ഛർദ്ദിക്കുന്ന പെണ്ണ്. അവളാണ് കഴിഞ്ഞ 30 വർഷമായി കുടിക്കുന്ന ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതും. ഇട്ടെറിഞ്ഞിട്ട് പോയില്ല, ആത്മഹത്യ ചെയ്തില്ല, ഒരു വിഷം കൊടുത്തില്ല. ദൈവം തന്ന സഹനം സ്വീകരിച്ച് നിൽക്കുക. അതെ, ഞാനും നടക്കുന്ന കുരിശിൻ്റെ വഴിയിൽ. പ്രിയപ്പെട്ട, നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഈ വഴികൾ യാത്രകളുണ്ട്. ജീവിതത്തിലെ നൊമ്പരങ്ങളും സഹനങ്ങളും ഒക്കെ നമ്മൾ ഏറ്റെടുത്ത് നിൽക്കണം. ചിലപ്പോഴൊക്കെ സമർപ്പണത്തിലുള്ള ജീവിതത്തിൽ ഇതുണ്ടാകാം. എത്രയോ അച്ഛന്മാരുടെ ജീവിതത്തിൽ ഇതുപോലെ നൊമ്പരങ്ങളുണ്ട്. പെസഹായുടെ ദിവസമൊക്കെ എല്ലാവരും വീട്ടിൽ അപ്പം മുറിക്കാൻ പോകുമ്പോൾ ഒരു മുറിയിൽ ഒറ്റയ്ക്കിരുന്ന് മനസ്സിൽ കണ്ണീരിൻ്റെ അപ്പം മുറിച്ച് പാല് കുടിക്കുന്ന അച്ഛനില്ലേ? സമർപ്പണത്തിൻ്റെ ഇടവഴികളിൽ, കോൺവെൻറ്റിൻ്റെ വിഹലതകളിലൊക്കെ ജീവിതത്തിൽ ഒരർത്ഥവും കിട്ടാതെ കരയുന്ന ചില കന്യാസ്ത്രീ കുഞ്ഞുങ്ങളെ ഞാൻ ഓർക്കുന്നു. സമർപ്പണ വീതികളിലൊക്കെ എന്നും പൂക്കൾ മാത്രമാണെന്ന് ഞാൻ പറയില്ല. അവിടെയുണ്ട് നൊമ്പരങ്ങൾ, അവിടെയുണ്ട് വേദനകൾ. തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം, അപമാനം ഏൽക്കേണ്ടി വന്നേക്കാം, ആരോപണങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം. എല്ലാ സമർപ്പിതരോടും കൂടി ഞാൻ പറഞ്ഞു വെക്കും, മോനെ മോളെ, നിന്റെ ജീവിതത്തിൽ കുരിശിൻ്റെ വഴി നീ നടക്കാൻ തുടങ്ങണം. നിന്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുമായി നടക്കണം നീ. ഞാനും നടക്കുന്ന കുരിശിൻ്റെ വഴിയിൽ. നിന്നെ ശക്തിപ്പെടുത്താൻ കർത്താവുണ്ട്. നിനക്ക് മുമ്പേ പോയവൻ നിന്നെ മാറി വിളിക്കുന്നുണ്ട്, വാ എൻ്റെ കൂടെ വാ എന്ന്. അതായത് ഏതൊരു സമർപ്പണ ജീവിതവും, അത് കുടുംബജീവിതമാകട്ടെ, ഏത് പ്രൊഫഷണൽ ലൈഫാകട്ടെ, ഏത് അച്ഛനും കന്യാസിലാകട്ടെ, എന്ന് ഓർക്കണം, നൊമ്പരങ്ങളില്ലാത്ത വഴിയില്ല. ഈ നൊമ്പരങ്ങളിൽ നിന്നും നമ്മൾ ഓടി മാറില്ല. ഈ നൊമ്പരങ്ങളിൽ ഒപ്പം നടക്കും. ഈ ആഴ്ച കുരിശിൻ്റെ വഴി നിങ്ങൾ നടക്കുമ്പോൾ, പ്രാർത്ഥനയിൽ നടക്കുമ്പോൾ മനസ്സ് ഓർക്കണം, ഈ 14 സ്ഥലങ്ങളും
എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണെന്നും ഇതുപോലെ 14 അനുഭവങ്ങൾ എനിക്കും ഉണ്ടാകാം. 14 ചിലരുടെ ജന്മത്തിൽ 140 അനുഭവം ഉണ്ടാകാം. എല്ലാ സംഭവങ്ങളിലും ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യണം. തളരില്ല ഞാൻ, വീടില്ല വഴിയിൽ, വീണ്ടും നടക്കും ഞാൻ കുരിശിൻ്റെ വഴിയിൽ. എങ്കിൽ ജീവിതമേൽപ്പിക്കുന്ന എല്ലാ വേദനകളെയും നൊമ്പരങ്ങളെയും ഏറ്റെടുക്കാനുള്ള ധൈര്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ആത്മീയത എന്ന് പറഞ്ഞു വെക്കുന്നത് പല കാര്യങ്ങളും ചോദിച്ച് മേടിക്കുന്നതോ പല കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി തപസ് ചെയ്യുന്നതല്ല, മറിച്ച് ദൈവം തന്ന എല്ലാം മനസ്സ് ശാന്തമായി സ്വീകരിക്കുന്നതാണ്. ദൈവമേ, നീ തരുന്നതെല്ലാം നിറഞ്ഞ മനസ്സോടെ കൈകൾ നീട്ടി വാങ്ങുവാൻ്റെ ഹൃദയമേകണമേ. ദൈവമേ, നീ തന്നതെല്ലാം സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ടവർ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എൻ്റെ പുണ്യമെന്ന് ഞാൻ എന്നോട് തന്നെ പ്രാർത്ഥിച്ചു വെക്കും. ദൈവം തന്നതെല്ലാം സ്വീകരിക്കാൻ ഞാൻ ശ്രമിക്കാം. അത് സുഖങ്ങളാകാം, ദുഃഖങ്ങളാകാം, വിജയങ്ങളാകാം, പരാജയങ്ങളാകാം, അപവാദങ്ങളാകാം, ആരോപണങ്ങളാകാം, മുൾമുടികളാകാം, പൂച്ചെണ്ടുകളാകാം. ഇതെല്ലാം ദൈവം തന്നതാണ്. ദൈവം തന്ന ഒന്നിൽ നിന്ന് ഞാൻ ഓടിപ്പോയില്ല. ദൈവം തന്ന എല്ലാം സ്വീകരിച്ച് ഞാൻ നിൽക്കും. കർത്താവേ, നിൻ്റെ മുമ്പിലുള്ള സമർപ്പണമെന്ന് പറയുന്ന ഇതാ, നീ നടന്ന വഴിയിലൂടെ നിന്നെപ്പോലെ നടക്കാനുള്ള ശക്തി എനിക്ക് തരണം. ഞാൻ വിശ്വസിക്കുന്നു നീ എന്നെ ശക്തിപ്പെടുത്തുമെന്ന്. ആരും എൻ്റെ കൂടെ ഇല്ലെങ്കിലും നീ എൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആരും ഒരു നല്ല വാക്ക് പറഞ്ഞില്ലെങ്കിലും നീ എന്നെ ശക്തിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു. ആരും എന്നെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിൻ്റെ മധുരസ്വരം കൊണ്ട് നീ എന്നെ പ്രോത്സാഹിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് നിൻ്റെ പുറകെ കുഞ്ഞു പിള്ളേർ മുമ്പിൽ പോയ ആളുകളുടെ കാൽപാദമുദ്രകളിലേക്ക് കാൽ വെച്ച് നടക്കുന്ന പോലെ നിൻ്റെ പാദമുദ്രകളിൽ പദമൂന്നി ഞാനും നടക്കുന്നു. അതേ കർത്താവേ, എൻ്റെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളുമായി നിൻ്റെ പിന്നാലെ ഞാൻ കയറി വരുന്ന കാൽവരി മലയിലേക്ക് നടക്കുകയാണ്. ഈ വലിയ ആഴ്ച കൂടുതൽ നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് നടക്കാനുള്ള വലിയ ശക്തിയും ബലവും എനിക്കും നിങ്ങൾക്ക് നൽകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഞാനും നടക്കുന്നു കുരിശിൻ്റെ വഴിയിലെന്ന് മനസ്സിലെന്നും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ സമ്മാനമാ ഭൂവിലേക്കിന്നു വന്ന സ്വർഗീയ ഭോജ്യമിതാ നിത്യജീവന്റെ അപ്പമിതാ. സ്വർഗത്തിൻ സമ്മാനമാ ഭൂവിലേക്കിന്നു വന്ന സ്വർഗീയ ഭോജ്യമിതാ നിത്യജീവന്റെ അപ്പമിതാ. ഓ ദിവ്യകാരുണ്യമേ, ഓ സ്വർഗസമ്മാനമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ സ്വർഗസമ്മാനമേ, ഇപ്പോഴും എപ്പോഴും എന്നേരവും ആരാധന അങ്ങേയ്ക്കാരാധന. ഇപ്പോഴും എപ്പോഴും എന്നേരവും ആരാധന അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ദൈവമേ, അങ്ങേ പക്കലേക്ക് ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു.
ദൈവമേ, ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദാനമാണെന്ന് ഏറ്റുപറയുന്നു. പാപികളും ബലഹീനരുമായ ഞങ്ങൾക്ക് വേണ്ടി എന്നും കരുണയും വാത്സല്യവും ചൊരിയുന്നവനെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം പറയുന്നു. ഈ നിമിഷം പൂർണ്ണ മനസ്സോടുകൂടി അങ്ങേ പക്കലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുറവുകളൊക്കെ പരിഹരിച്ച് ഞങ്ങളെ പരിപാലിക്കുന്ന നിന്റെ വലിയ സ്നേഹത്തിന് മുമ്പിൽ ഒരിക്കൽ കൂടി ഈ സമൂഹത്തെയും എന്നെയും ഈ വചനം കേൾക്കുന്ന പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന മുഴുവൻ ആളുകളെയും സമർപ്പിച്ചുകൊണ്ട് അങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ആരാധിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു. എല്ലാ ജനപദങ്ങൾക്ക് വേണ്ടി ആരാധിക്കുന്നു. ഈ ഭൂമിയിലെ സമസ്ത മനുഷ്യകുലത്തിന് വേണ്ടിയും ആരാധിക്കുന്നു. എല്ലാ മാലാഖമാരോട് ചേർന്ന് ആരാധിക്കുന്നു. സ്വർഗത്തിൽ വസിക്കുന്നവരോട് കൂടി ചേർന്ന് ആരാധിക്കുന്നു. ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്നവരോട് സ്തുതിക്കുന്നു. കർത്താവേ സ്തുതി, കർത്താവേ സ്തോത്ര, സ്തോത്ര. ഈ ലോകത്തിന് നാനാഭാഗങ്ങളിലുമുള്ള എല്ലാ മക്കളെയും അങ്ങേ പക്കലേക്ക് ചേർത്ത് വയ്ക്കുന്നു. അങ്ങേ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുമ്പോൾ കൃപയൊഴുക്കുന്നവനെ, സ്തുതിക്കുമ്പോൾ ഇറങ്ങി വരുന്നവനെ, സ്തുതിക്കുമ്പോൾ ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനെ, ഇപ്പോൾ അങ്ങയുടെ വലിയ കൃപയുടെ അഭിഷേകം കടന്നു വരാൻ വേണ്ടി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മലയിൽ മഞ്ഞുപോൽ നാഥ കൃപകൾ തൂകി നീ, സ്വർണം പോലും തോൽക്കുമാ വചനം മഴയായി പെയ്തു നീ. എല്ലാവരും സന്തോഷമായി കർത്താവിനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നേവം പാടിടുവിൻ. എല്ലാവരും സന്തോഷമായി കർത്താവിനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നേവം പാടിടുവിൻ. ഹെർമോൻ മലയിൽ മഞ്ഞുപോൽ നാഥ കൃപകൾ തൂകി നീ, സ്വർണം പോലും തോൽക്കുമാ വചനം മഴയായി പെയ്തു നീ. പിറവി മുതലേ അന്ധനായ മനുജനും നീ തുണയേകി, നിറവെഴുന്ന പുതിയ ലോകം കരുണയോടെ അവനേകി. എൻ്റെ ദൈവമേ, ഉൾക്കണ്ണുകൾ കനിവായി നീ തുറക്കണേ. എൻ്റെ ദൈവമേ, ഉൾക്കണ്ണുകൾ കനിവായി നീ തുറക്കണേ. എല്ലാവരും സന്തോഷമായി കർത്താവിനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നേവം പാടിടുവിൻ. എല്ലാവരും സന്തോഷമായി കർത്താവിനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നേവം പാടിടുവിൻ. ഹെർമോൻ മലയിൽ മഞ്ഞുപോൽ നാഥ കൃപകൾ തൂകി നീ. വിധവയന്ന് കൊച്ചു കാശ് സവിതയെത്തി നൽകുമ്പോൾ, സുഹൃതമായി അതിനെ എണ്ണി സകലരോടും ചൊല്ലി നീ. എൻ്റെ ദൈവമേ, എൻ്റെ സർവം തിരുമുൻപിൽ നൽകിടാ. എൻ്റെ ദൈവമേ, എൻ്റെ സർവവും
തിരുമുൻപിൽ നൽകിടാം. എല്ലാവരും സന്തോഷമായി കർത്താവിനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നേവം പാടിടുവിൻ. എല്ലാവരും സന്തോഷമായി കർത്താവിനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ ഹല്ലേലൂയ എന്നേവം പാടിടുവിൻ. തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളിലും ദൈവത്തെ സ്തുതിച്ചവനാണ് പഴയ നിയമത്തിലെ ജോസഫ്. സ്വന്തം സഹോദരങ്ങൾ കൊല്ലാൻ വേണ്ടി കിണറ്റിൽ ഉന്തിയിട്ടപ്പോഴും അവർ വിറ്റപ്പോഴും അതിൻ്റെ പേരിൽ അടിമവേല ചെയ്യേണ്ടി വന്നപ്പോഴും ജയിലിൽ കിടക്കേണ്ടി വന്നപ്പോഴും ജോസഫ് ദൈവത്തിനെതിരെ പിറുപിറുത്തില്ല. അവൻ വിശ്വസിച്ചു, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി ഇടപെടുമെന്ന്. ആരോടും യുദ്ധത്തിന് പോയില്ല, ആരും എതിർക്കാൻ പോയില്ല. ജോസഫ് ദൈവത്തെ സ്തുതിച്ചു, സ്തുതിച്ച് 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 കാത്തിരുന്നു. ദൈവം ജോസഫിനെ അവിടുത്തെ ഭരണാധികാരിയാക്കി മാറ്റി. ജോബ് എല്ലാ സമ്പന്നനായിരുന്നിട്ടും ഒരു പ്രത്യേക ഘട്ടത്തിൽ അവൻ്റെ സമ്പാദ്യം മുഴുവൻ ചോർന്നുപോയി. ആടുമാടുകൾ നശിച്ചു, കന്നുകാലിക്കൂട്ടം തീർന്നുപോയി, ഭൃത്യന്മാരില്ലെന്നായി, മക്കൾ പോലും കൊല്ലപ്പെട്ടു, ഭാര്യ പോലും ഉപേക്ഷിച്ചു പോകുന്ന ഘട്ടം. കൂട്ടുകാരായി വന്നവർ പോലും പ്രാഗി. ജോബ് പറഞ്ഞു, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുമെന്ന്. ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ല, ആരോടും പ്രതികാരം ചെയ്യാൻ പോയില്ല, നശിപ്പിച്ച ഒരു വ്യക്തിക്ക് വേണ്ടിയും എതിർ പറഞ്ഞില്ല. എല്ലാവരെയും മനസ്സ് സ്വീകരിച്ച് സ്തുതിച്ചപ്പോൾ ഐശ്വര്യങ്ങളെല്ലാം തിരികെ കിട്ടി. ജോസഫ് ഭരണാധികാരിയായി, ജോബിന് ഐശ്വര്യം തിരികെ കിട്ടി. പ്രിയപ്പെട്ടവർ, ഈ നിമിഷം എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട്, എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട്, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് ഐശ്വര്യങ്ങൾ പുനഃസ്ഥാപിച്ചു തരും. ഒരു നിമിഷം കരങ്ങൾ തുറന്നു പിടിച്ച് ഉയർത്തിപ്പിടിച്ച് ചിന്തിച്ച് നോക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സ്വീകരിച്ചത്? ജീവിതത്തിൽ നൊമ്പരങ്ങളും തകർച്ചകളും തിരിച്ചടികളും ഉണ്ടായപ്പോൾ എങ്ങനെയാണ് കർത്താവിന് വിധേയപ്പെട്ടത്? ഇതാ നാഥ, നിന്റെ മുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ആരോടും ദേഷ്യമില്ലാതെ, ആരോടും പ്രതികാരം ചെയ്യാതെ എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കാരണം എൻ്റെ കർത്താവ് എനിക്ക് ന്യായം നടത്തി തരുന്നവനാണ്. കർത്താവിനെ വിളിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവ്, എൻ്റെ പീഡനത്തിന്റെ വഴികളിലൊക്കെ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു. അനേകർ എന്നെ പീഡിപ്പിക്കുമ്പോഴും എന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും ആരെയും ഞാൻ വിമർശിക്കാൻ നിൽക്കില്ല, ആരെയും ഞാൻ കുറ്റപ്പെടുത്തില്ല. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശത്രുക്കളെ സ്നേഹിക്കുവാൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് വചനം ഞാൻ ഓർക്കുന്നു. ദൈവമേ, എന്നെ പീഡിപ്പിച്ച മുഴുവൻ ആളുകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നൊമ്പരങ്ങളും മുറിവുകളും തന്നവരുടെ മേല് ദൈവകൃപയുടെ ഹെർമോൺ മഞ്ഞുതുള്ളികൾ പെയ്തിറങ്ങാൻ വേണ്ടി ഞാനങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. തുഷാര ബിന്ദു പോലെ കൃപകൾ ഒഴുകിയിറങ്ങട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ നിമിഷം പ്രത്യേകമായി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ സമർപ്പിതർക്ക് വേണ്ടിയാണ്. ഈ വർഷം സമർപ്പിത വർഷമാണ്. ദൈവത്തിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച എല്ലാ സമർപ്പിതരെയും ഓർത്ത് കർത്താവിനെ വാഴ്ത്തണം. വൈദികര്, സിസ്റ്റേഴ്സ്, ബ്രദേഴ്സ്, സമർപ്പിതര് തങ്ങളുടെ ജീവിതം തന്നെയാണ് വിധവയുടെ കൊച്ചുകാശ് പോലെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ സമർപ്പിതരെല്ലാവരും ദൈവത്തിന് മഹത്വത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാണ്. എല്ലാ സമർപ്പിതരെയും ഓർക്കാം. തങ്ങളുടെ ജീവിതത്തിൻ്റെ വേദനകളിലും നൊമ്പരങ്ങളിലും എല്ലാം ദൈവമേ എന്ന് ചിന്തിച്ച ആ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ നിമിഷം പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തി നമുക്ക് നമ്മുടെ വൈദികർക്ക് സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, നല്ല ദൈവമേ, നല്ല ദൈവമേ, എല്ലാ വൈദികർക്ക് വേണ്ടി എല്ലാ വൈദികർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടവക വൈദികർക്ക് വേണ്ടി, ഇടവക വൈദികർക്ക് വേണ്ടി, സന്യാസ വൈദികർക്ക് വേണ്ടി, സന്യാസ വൈദികർക്ക് എല്ലാ വേണ്ടി, ബ്രദേഴ്സിന് വേണ്ടി, എല്ലാ ബ്രദേഴ്സിന് വേണ്ടി, പരിശീലനത്തിനായിരിക്കുന്ന എല്ലാ ഷമ്മാശന്മാർക്ക് വേണ്ടി ചമാച്ചന്മാർക്ക് ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അവരുടെ ജീവിത വഴികളില്, അവരുടെ ജീവിത വഴികളില് ആശ്വാസം കൊടുക്കണമേ. ആശ്വാസം കൊടുക്കണമേ. ജീവിതത്തിന്റെ നിമിഷങ്ങളില്, ജീവിതത്തിന്റെ നിമിഷങ്ങളില് അങ്ങ് സന്തോഷം കൊടുക്കണമേ. അങ്ങ് സന്തോഷം കൊടുക്കണമേ. എല്ലാ രോഗങ്ങളിൽ നിന്ന്, എല്ലാ രോഗങ്ങളിൽ നിന്ന്, എല്ലാ തകർച്ചകളിൽ നിന്ന്, എല്ലാ തകർച്ചകളിൽ നിന്ന്, എല്ലാ വൈദികരെയും എല്ലാ അങ്ങ് വൈദികരെയും കാത്തുകൊള്ളണമേ. അങ്ങ് കാത്തുകൊള്ളണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എല്ലാ സിസ്റ്റേഴ്സിന് വേണ്ടി എല്ലാ സിസ്റ്റേഴ്സിന് ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമർപ്പണത്തിലും ജീവിതത്തിന്റെ സാക്ഷാത്കാരം നേടുന്ന ജീവിതത്തിന്റെ സാക്ഷാത്കാരം എല്ലാ നേടുന്ന സന്യാസിനികളെയും എല്ലാ അങ്ങ് സന്യാസിനികളെയും അനുഗ്രഹിക്കണമേ. അങ്ങ് അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിത മേഖലകളില് അവരുടെ ജീവിത മേഖലകളിൽ അവർക്ക് ശക്തി കൊടുക്കണമേ. അവർക്ക് ശക്തി കൊടുക്കണമേ. രോഗങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, തെറ്റിദ്ധാരണകളിൽ നിന്ന് തെറ്റിദ്ധാരണകളിൽ നിന്ന് എല്ലാ സമർപ്പിതരെയും എല്ലാ അങ്ങ് സമർപ്പിതരെയും സംരക്ഷിക്കണമേ. അങ്ങ് സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന, ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന, കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന, കേരളത്തിന് പുറത്ത് ജീവിക്കുന്ന, ലോകം മുഴുവനിലുമുള്ള ലോകം എല്ലാ മുഴുവനിലുമുള്ള മിഷണറിമാർക്ക് വേണ്ടി എല്ലാ മിഷണറിമാർക്ക് ഞങ്ങൾ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും യേശുവിനെ എത്തിക്കുവാൻ യത്നിക്കുന്ന യേശുവിനെ എത്തിക്കുവാൻ എല്ലാ സന്യാസിമാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ സ്തുതി. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നിന്ന് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ ഇടവകയിലെ വികാരിച്ചന്, നിങ്ങളുടെ കൊച്ചച്ഛന്, നിങ്ങളുടെ ആശ്രമത്തിലെ അച്ഛന്മാര്, ബ്രദേഴ്സ്, നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നുള്ള വൈദികര്, വൈദിക വിദ്യാർത്ഥികള്, അവരെല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അവർക്ക് പരിശീലനം കൊടുക്കുന്ന സെമിനാരികളെയും അധികാരികളെയും മിസ്റ്റർസുമാരെയും എല്ലാം ഓർക്കാം. ദൈവമേ, ഞങ്ങളുടെ വൈദികരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാക്കണമേ എന്ന് ഓർക്കാം. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട ആരെങ്കിലും അച്ഛന്മാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സിസ്റ്റേഴ്സിനെ ഓർക്കാം. നമ്മുടെ ഇടവകയിൽ ആൾത്താരെ പൂവെക്കുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളെ ആദർവാനി കുറിക്കുന്ന, നമുക്ക് വേദപാഠം പഠിപ്പിച്ചു തരുന്ന, മരിച്ചു കിടക്കുമ്പോൾ ഒരു പൂച്ചെണ്ടുമായി വീട്ടിൽ കയറി വരുന്ന, നമ്മുടെ പ്രാർത്ഥനാ യോഗത്തിന് വരുന്ന നമ്മുടെ സിസ്റ്റേഴ്സ്, അവരാണ് സഭയുടെ സൗന്ദര്യം. സിസ്റ്റേഴ്സ് ഇല്ലാത്ത സഭ സൗന്ദര്യമില്ലാത്ത സഭയാണ്. സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവർ സ്കൂളിൽ പഠിപ്പിക്കുന്നവരാകാം, ആശുപത്രി ജോലി ചെയ്യുന്നവരായിരിക്കാം, അനാഥാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം, മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, വാർദ്ധക്യത്തിലെത്തി ഒന്നുമില്ലാതെ വേദനിക്കുന്നവരായിരിക്കാം. എല്ലാ സമർപ്പിതരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എല്ലാ വൈദികർക്ക് സിസ്റ്റേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ നോമ്പിൻ്റെ ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ എന്നും കുരിശിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്ന, കുരിശ് ചുമക്കുന്ന എല്ലാ സമർപ്പിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ നിമിഷം വ്യക്തിപരമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിചയമുള്ള സിസ്റ്റേഴ്സിനെയും വൈദികരെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഈ നിമിഷം ധാരാളം കുഞ്ഞുങ്ങൾ വൈദികരും സിസ്റ്റേഴ്സുമാകാൻ കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവവിളികൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ധാരാളം പേര് സമർപ്പണത്തിലൂടെ ദൈവത്തിന് സാക്ഷാത്കാരം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ നിമിഷം നമ്മൾ തമ്പുരാന്റെ മുമ്പാകെ സമർപ്പിക്കും. ദൈവത്തിൻ്റെ വലിയ കാരുണ്യം ഒഴുകി വരട്ടെ. എല്ലാ സമർപ്പിതർക്കും ബലം പരിശുദ്ധ മറിയമാണ്, അമ്മയാണ്. കാൽവരിയെത്തോളം മകനോട് നടന്നു പോകാൻ പറഞ്ഞ അമ്മ, ആ അമ്മ എല്ലാ സമർപ്പിതർക്കും ബലമാണ്. പരിശുദ്ധ മറിയത്തിൻ്റെ വലിയ സംരക്ഷണം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആ അമ്മ നിലാവ് പോലെ നിറഞ്ഞു നിൽക്കും. എല്ലാ സമർപ്പിതൻ്റെ വഴിയിലും മറിയം ഒരു നിലാവ് പോലെ വിരിഞ്ഞു നിൽക്കും. ആ അമ്മയുടെ നിലാവിലെ പുതിയ അർത്ഥങ്ങൾ നമുക്ക് തേടിയെടുക്കണം.
പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം മറിയത്തിൻ്റെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കാം. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അമ്മേ നിന്റെ വീട്ടിലെത്താൻ നീ കൃപയേകണം. കാനായിൽ എന്നതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിലെല്ലാം കടന്നു വരാൻ വേണ്ടി മറിയത്തോട് തീഷ്ണമായി നമുക്ക് പ്രാർത്ഥിക്കാം. നിലാവുപോ നിറയുന്നോരമ്മ, നിന്നെ കാത്തു നിൽക്കുന്നോരമ്മ. നിലാവുപോ നിറയുന്നോരമ്മ, നിന്നെ കാത്തു നിൽക്കുന്നോരമ്മ. അമ്മ വീട്ടിൽ അനുഗ്രഹമാകും ആർദ്ര സ്നേഹം ഒഴുകി വരുന്നു. അമ്മ വീട്ടിൽ അനുഗ്രഹമാകും ആർദ്ര സ്നേഹം ഒഴുകി വരുന്നു. അമ്മേ സ്വസ്തി, മറിയമേ സ്വസ്തി, അങ്ങേ പക്കൽ അണയുന്നു നാഥേ. അമ്മേ സ്വസ്തി, മറിയമേ സ്വസ്തി, അങ്ങേ പക്കൽ അണയുന്നു നാഥേ. ജീവിത വഴികളിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ അമ്മയെ മുറുകെ പിടിക്കണം. വീണു പോകുമ്പോൾ അമ്മയെ കെട്ടിപ്പിടിക്കണം. അമ്മയെ ബലമാകണമേ, അമ്മയെ ആശ്രയമാകണമേ, എന്നെ കൈവിടരുതേ. കാനായിലെന്നപ്പോ കുറവുള്ള ജീവിതം നിറവേകി മോദം നൽകുന്നൊരമ്മ. കാനായിലെന്നപ്പോ കുറവുള്ള ജീവിതം നിറവേകി മോദം നൽകുന്നൊരമ്മ. ജീവിതയാത്രയിൽ കുറവുകളേറുമ്പോൾ ആശ്വാസപ്പൂമഴ പൊഴിക്ക നീയമ്മേ. ജീവിതയാത്രയിൽ കുറവുകളേറുമ്പോൾ ആശ്വാസപ്പൂമഴ പൊഴിക്ക നീയമ്മേ. അമ്മ വീട് എൻ്റെ വീട്, ദൈവം നൽകിയ സ്വപ്ന വീട്. അമ്മ വീട് എൻ്റെ വീട്, ദൈവം നൽകിയ സ്വപ്ന വീട്. ജപമാല ചെല്ലണം. നന്മ നിറഞ്ഞ മറിയമേ എന്ന് പ്രാർത്ഥിക്കണം. മാതൃസ്തുതികൾ പാടി ജീവിതത്തിന്റെ സൗന്ദര്യവും ശക്തിയും നമ്മൾ നേടിയെടുക്കണം. ജപമാലയേന്തി ഈരടികൾ പാടി അമ്മേ നിൻ വഴിയേ നടന്നിടുന്നു. ജപമാലയേന്തി ഈരടികൾ പാടി അമ്മേ നിൻ വഴിയേ നടന്നിടുന്നു. സ്വർഗ വീട്ടിലെത്താൻ വഴിയും നീയല്ലോ. നിന്നിലൂടെ ഞാനും യേശുവിൽ ചേരട്ടെ. സ്വർഗ വീട്ടിലെത്താൻ വഴിയും നീയല്ലോ. നിന്നിലൂടെ ഞാനും യേശുവിൽ ചേരട്ടെ. അമ്മ വീട് എൻ്റെ വീട്, ദൈവം നൽകിയ സ്വപ്ന വീട്. അമ്മ വീട് എൻ്റെ വീട്, ദൈവം നൽകിയ സ്വപ്ന വീട്. നിലാവു പോൽ നിറയുന്നോരമ്മ, നിന്നെ കാത്തു നിൽക്കുന്നോരമ്മ. അമ്മ വീട്ടിൽ അനുഗ്രഹമാകും ആർദ്ര സ്നേഹം ഒഴുകി വരുന്നു. അമ്മ വീട്ടിൽ അനുഗ്രഹമാകും ആർദ്ര സ്നേഹം ഒഴുകി വരുന്നു.
അമ്മേ സ്വസ്തി, മറിയമേ സ്വസ്തി, അങ്ങേ പക്കൽ അണയുന്നു നാഥേ. അമ്മേ സ്വസ്തി, മറിയമേ സ്വസ്തി, അങ്ങേ പക്കൽ അണയുന്നു നാഥേ. ഈ നിമിഷം ജീവിതത്തിൻ്റെ ഭാരങ്ങളും രോഗങ്ങളുമായി വിഷമിക്കുന്ന മുഴുവൻ ആളുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പീഡനങ്ങൾ ഏൽക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ചിലരുടെ മനസ്സിൻ്റെ ആഴങ്ങളിൽ മുറിവേറ്റിട്ട് നൊമ്പരപ്പെടുന്നവരുണ്ട്, ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ട്, മറ്റുള്ളവരുടെ ദ്രോഹങ്ങളൊക്കെ ക്ഷമിക്കാൻ പറ്റാത്തവരുണ്ട്. അവരോടൊക്കെ ഞാൻ ആവശ്യപ്പെടുക, മകനെ മകളെ ദൈവത്തിന് വിട്ടുകൊടുക്ക്. കർത്താവ് നിനക്ക് വേണ്ടി ഇടപെടട്ടെ. ഇന്ന് നീ ചെയ്യേണ്ട ഏക കാര്യം നിന്നെ വിഷമിപ്പിച്ചവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുകയാണ്, അവരെ നീ സ്നേഹിക്കുകയാണ്, അവരുടെ ജീവിതത്തിൽ അനുഗ്രഹം ഭക്ഷിക്കാൻ വേണ്ടി തമ്പുരാണ്ട് യാചിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അനേക ആളുകളുടെ മനസ്സിൽ നവീകരണവും വിശുദ്ധീകരണവും എത്തിത്തീർക്കുന്ന ധ്യാന കേന്ദ്രങ്ങളെയും ധ്യാന ശുശ്രൂഷകളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ദുശീലങ്ങളിൽ പെട്ടുപോയ അനവധി ആളുകളെ നേടിയെടുക്കുന്നു. വെറുപ്പിലും വിദ്വേഷത്തിലും ഭിന്നതയിൽ നിന്ന് അനേകരെ മോചിപ്പിക്കുന്നു. കലഹിച്ച് കടന്നു പോകുന്ന എത്രയോ ദമ്പതിമാരാണ് ഒന്നിച്ച് കടന്നുപോയത്. ദുശീലങ്ങളിൽ പെട്ട് വീണുപോയ എത്രയോ പേരാണ് ദൈവത്തിൻ്റെ മക്കളായി മാറിയത്. പ്രതികാരത്തിൻ്റെയും ശത്രുതയുടെയും ആയുധങ്ങൾ മനസ്സ് സൂക്ഷിച്ച എത്രയോ പേരാണ് ക്ഷമയുടെ കുഞ്ഞാടുകളായി മാറിയത് ധ്യാന കേന്ദ്രങ്ങളുടെ ശുശ്രൂഷകളിലൂടെ. പ്രിയപ്പെട്ടവരെ, എല്ലാവരുടെയും മനസ്സ് നവീകരിക്കപ്പെടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നിമിഷം നിങ്ങൾ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം. കർത്താവായ ദൈവമേ, പാപവഴികളിൽ ജീവിക്കുന്ന എല്ലാവരുടെയും തിരിച്ചു വരവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളിൽ നിന്ന് അശുദ്ധിയെല്ലാം നീക്കിക്കളയണമേ. എല്ലാ മനസ്സുകളിൽ നിന്ന് വിദ്വേഷവും വൈരാഗ്യവും എടുത്തു മാറ്റണമേ. ക്ഷമിക്കുവാനും പൊറുക്കുവാനുമുള്ള മനസ്സ് കൊടുത്ത് എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ദൈവത്തിന്റെ ആത്മാവേ, അനുതാപത്തിന്റെ കൃപ നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പള്ളിയിൽ വരാതെ കൂദാശകൾ സ്വീകരിക്കാതെ അകന്ന് ജീവിക്കുന്നവരുടെ തിരിച്ചു വരവിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കലഹങ്ങൾ ഒഴിവാക്കണമേ, യുദ്ധങ്ങൾ ഒഴിവാക്കണമേ, ഭിന്നത എടുത്തു മാറ്റണമേ, ശത്രുതയും വൈരാഗ്യവും മാറ്റി തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ ഹൃദയങ്ങളെയും നവീകരിക്കുന്ന ധ്യാന ശുശ്രൂഷകള് ലോകം മുഴുവനിലും ഉയർത്തണമേ. എല്ലാവരും ഈശോ നാമത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ച ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യേകമായി ഈ നിമിഷം മദർ ഹോം ധ്യാന കേന്ദ്രത്തിന് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കണം. ഇപ്പോൾ ഞാനായിരിക്കുന്ന മദർ ഹോം ധ്യാന കേന്ദ്രത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആയിരങ്ങളും പതിനായിരങ്ങളും നവീകരിക്കപ്പെടാൻ ഈ ആലയത്തെ കർത്താവ് കഴിഞ്ഞ കാലഘട്ടങ്ങൾ തെരഞ്ഞെടുത്തു. 10 വർഷം കൊണ്ട് 10,000കണക്കിന് ആളുകൾ ജീവിതത്തിൽ നവീകരിക്കുവാൻ, ലക്ഷങ്ങളെ വിശദീകരിക്കാൻ കർത്താവ് ഇടപെട്ടു. ലോകം മുഴുവൻ ഈ ശുശ്രൂഷ എത്താൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, മദർ ഹോമിനെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെ അനുഗ്രഹിക്കണമേ. അവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഉപകാരികളെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുഴുവൻ ആളുകളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മ ശക്തി എല്ലാവരുടെ മേൽ നിറയട്ടെ. വീണു പോവുകയും പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്ന എല്ലാവരുടെ മേൽ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, പ്രത്യേകമായി ഞങ്ങളുടെ ആലയത്തിലെ മദർ ഹോമിലെ സകല ശുശ്രൂഷകളെ എത്താൻ പ്രാർത്ഥിക്കുന്നു. ഈ TV ശുശ്രൂഷയിലൂടെ, ഈ ധ്യാന പ്രഭാഷണത്തിലൂടെ ആയിരങ്ങളും 10,000 ഈശോ അറിയാൻ ഇടയാകട്ടെ. എല്ലാ ഹൃദയങ്ങളും സമാധാനം, സന്തോഷം അറിയാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മുട്ടുകുത്തി നിന്ന് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ കൃപ നമ്മൾ സ്വീകരിക്കുന്ന നിമിഷമാണിത്. വിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ എല്ലാ ദേഷ്യവും വൈരാഗ്യവും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ക്ഷമിക്കാനുള്ള കൃപയ്ക്കായി,
മറക്കാനുള്ള കൃപയ്ക്കായി തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിൻ സമ്മാനമാ ഭൂവിലേക്കിന്നു വന്ന സ്വർഗീയ ഭോജ്യമിതാ നിത്യജീവന്റെ അപ്പമിതാ. സ്വർഗത്തിൻ സമ്മാനമാ ഭൂവിലേക്കിന്നു